എന്തോ ആവശ്യമാണ് കയ്യിലിരിക്കുന്നത്? ഇതേ ആസിഫ് എനിക്ക് മേടിച്ചെന്ന എനിക്ക് പള്ളിയിലെ കഞ്ഞി ഇഷ്ടമാന്ന് പറഞ്ഞപ്പം എന്തോതിന്? അവന്റെ വീട്ടിൽ നിന്ന് പാത്രം എടുത്ത് മേടിച്ചു തന്ന് നാളെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഒന്ന് നമ്മൾ മേടിച്ച് കഴിച്ചുകൂടാന്ന് അറിയത്തില്ലേ? അച്ഛാമ്മേ, ആസിഫ് എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോളേ പള്ളിയിൽ നിന്ന് കഞ്ഞി മേടിച്ചോണ്ട് വന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ അച്ഛൻ പറയുവാ ആസിഫ് മേടിക്കുന്ന ഒന്ന് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ കഴിക്കില്ലെന്ന്. അതെന്താ? മോനോട് അങ്ങനെ പറഞ്ഞാൽ അച്ചാച്ചന് അതിനുള്ള മറുപടി അമ്മ കൊടുത്തോളാം. അപ്പൊ ഞാൻ ഇത് കുടിക്കാൻ വേണ്ടിയല്ലേ മേടിച്ചേ? നമുക്ക് എല്ലാവർക്കും കുടിക്കാമല്ലോ. പിന്നെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? മോനിഞ്ഞുണ്ടോ കഞ്ഞി? നമുക്ക് എല്ലാവർക്കും കൂടെ കുടിക്കാം. അച്ചാച്ചനും കൊടുക്കാം. കൊണ്ടുപോവാ. നീ മോളെ 3-4 ഗ്ലാസ്സിന് എടുക്കണ്ടോ? ഇത് മതിയോ അമ്മേ? എന്നാ ഈ കഞ്ഞി ഒന്ന് ഒഴിയുമ്പോളെന്നാ ഗ്ലാസ്സിനകത്തോട്ട്. എവിടെന്നാ മോനെ കഞ്ഞി? ആസിഫ് അമ്മയാ. ആണോ? പള്ളിയിലെ കഞ്ഞിയല്ലേ? അമ്മ ഒഴിച്ചു തരാം കേട്ടോ. നമ്മേ കുടിക്കേ. മോളെ എന്നിട്ട് ഗ്ലാസ് എടുത്തുണ്ടോ? അവനൊരു ഗ്ലാസ് കഞ്ഞി ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ എടുത്തോണ്ട് തന്നെ. നീ കഞ്ഞി മേടിച്ചോണ്ട് വന്നതിന് കുഞ്ഞിനെ കൊള്ളു പറഞ്ഞോ? പറഞ്ഞായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേ വിഷമൊന്നും കുത്തിവെക്കരുത്. അവർ മനുഷ്യരായിട്ട് വളരട്ടെ. ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ പോവുകയൊക്കെ വേണം. കുഞ്ഞുങ്ങളല്ലേ, നിൻ്റെ പ്രായത്തിലൊക്കെ നീ ഇങ്ങനെ ഓടി നടന്ന് മേടിച്ചായിരുന്നു. ഇപ്പോഴല്ലേ നീ പോകാത്തത്? ഇങ്ങനെയുള്ള ചിന്താഗതി ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത്. ഇതൊക്കെ ഇപ്പം കളഞ്ഞേക്കണം. കാരണം നമ്മളൊന്ന് ഉരുണ്ട് വീണ് കിടന്നാൽ ആരാ ഓടി വന്ന് നമ്മളെ പോക്കുന്നതെന്ന് അറിയാൻ ഒക്കുമോ? അവൻ്റെ പ്രായത്തിൽ നീ ഒരുപാട് കഞ്ഞിക്ക് വേണ്ടി കരഞ്ഞതാ. പാത്രം എടുത്തുകൊണ്ട് ഓടുമായിരുന്നു. മര്യാദയ്ക്ക് കഞ്ഞി കുടി.